ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ജിയോ ഹോട്ട്സ്റ്റാറിൽ നീരജ് മാധവും ഗൗരി കൃഷ്ണനും അതുപോലെ അജു വർഗീസും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വെബ് സീരീസ് സ്ട്രീം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ വെബ് സീരീസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ച് ഒന്ന് ഷെയറും ചെയ്തേക്കുക. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്തിയേക്കാം. അപ്പം നമുക്ക് നേരെ ഈ വെബ് സീരീസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണുജി രാഘവാണ്. ഇതിന് മുന്നേ വാശി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. തിരക്കഥയും അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു വാശിയുടേത്. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നതും വിഷ്ണുജി രാഘവ് തന്നെയാണ്. ഇതുപോലെ സിനിമാറ്റോഗ്രാഫി അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് അർജുബൻ. അതുപോലെ മ്യൂസിക് ഗോപി സുന്ദറിൻ്റെ മ്യൂസിക്കാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എം രഞ്ജിത്ത്, രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ്, പഴയ പ്രൊഡ്യൂസറാണ്. അദ്ദേഹമാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് കഥയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ട്രെയിലർ മുന്നേ ഇറങ്ങിയപ്പോൾ ട്രെയിലർ കണ്ടിട്ടുള്ളത് പോലെ തന്നെ വളരെ ഒരു സാധാരണക്കാരനായ ഒരാളുടെ ലൈഫിൽ ഒരു വീട് വെക്കുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, പിന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു അടിപൊളി വെബ് സീരീസാണ്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമുക്ക് ഒട്ടും ബോറടിക്കാതെ ഒറ്റ ഇരിപ്പിൽ തന്നെ 6 എപ്പിസോഡും കണ്ടു തീർക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു വെബ് സീരീസാണ് ഈ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഈ ഹോട്ട്സ്റ്റാറിലൂടെ ഇതിന് മുന്നേ വന്നിട്ടുള്ള മലയാളം വെബ് സീരീസുകളെല്ലാം മിനിമം ക്വാളിറ്റി പുലർത്തിയ വെബ് സീരീസുകളായിരുന്നു ഇതിന് മുന്നേ വന്നിട്ടുള്ളത്. ആ ഒരു ക്വാളിറ്റി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള അടിപൊളി ഒരു വെബ് സീരീസാണ് ഈ ഒരു ലവ് അണ്ടർ കൺസ്ട്രക്ഷനും. കാരണം ഇതിന് മുന്നേ വന്നിട്ടുള്ള കേരള ക്രൈം ഫയൽസ് ആയാലും അതുപോലെ പേരില്ലൂർ പ്രീമിയർ ലീഗ് ആയാലും എല്ലാം നല്ലൊരു മിനിമം ക്വാളിറ്റി പുലർത്തിയിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ മുകളിലെടുത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെബ് സീരീസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. നമുക്ക് ചുറ്റും കാണുന്നത്, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്നത്, ഇപ്പം കൊച്ചിയിലായാലും നമ്മുടെ തിരുവനന്തപുരത്തായാലും ഒക്കെ നമുക്ക് ചുറ്റും കാണുന്ന കുറേ ആൾക്കാരും അവരുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന കുറേ കോൺഫ്ലിക്ട്സും അവരുടെ ലൈഫിലുണ്ടാകുന്ന കുറേ സംഭവങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞു പോകുന്നൊരു വെബ് സീരീസാണ്. ഇതിൻ്റെ ട്രെയിലർ വന്നപ്പം പലരും ഇത് വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയായിട്ട് ഒരു കണക്ഷൻ കാണിച്ചിരുന്നു. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കഥയ്ക്ക് അതുപോലൊരു സാമ്യത ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തു വെച്ച് നമുക്ക് ഒട്ടും ബോറടിക്കാതെ കാണാൻ പറ്റുന്ന ഒരു വെബ് സീരീസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഇതിൽ അഭിനയിച്ച നീരജ് മാധവ് ആയാലും ഗൗരി കൃഷ്ണ ആയാലും വളരെ മനോഹരമായിട്ട് അവരവരുടെ കോൺഫ്ലിക്ട്സും അവരവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരവരുടെ ലൈഫിൽ ഇവരെല്ലാം കണക്റ്റഡാണ്. ഇവരെല്ലാം ഒരു കുടുംബമായിട്ട് കണക്റ്റഡാണ്. അപ്പം അവർക്കുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് എല്ലാം വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട്. നീരജ് ആയാലും നമ്മുടെ ഗൗരി ആയാലും. ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് അജു വർഗീസ് ചെയ്ത പപ്പേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ അജു വർഗീസിൻ്റെ പപ്പേട്ടൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്നില്ല, ഒരു തന്ത വൈബൊക്കെ ഉള്ള അത്യാവശ്യം ഒരു എന്താ പറയുക സദാചാരമൊക്കെ പറഞ്ഞ് നടക്കുന്ന തരത്തിലുള്ള ആൾക്കാർ, അത്തരത്തിലൊരു ക്യാരക്ടറാണ് പപ്പേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് അജു വർഗീസ് ചെയ്തിരിക്കുന്നത്. വളരെ കിടിലമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസ് ആയിരുന്നു ഇതിൽ അജു വർഗീസ് ചെയ്തത്. അതുപോലെ എടുത്തു പറയേണ്ടത് നീരജിൻ്റെ അച്ഛനായിട്ട് അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ച അച്ഛനായിട്ട് വന്ന ആൾ നല്ല കിടിലമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി കുറച്ച് എന്താ പറയുക, ഒരുപാട് ഇമോഷൻസും ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിലും ഭയങ്കര എക്സ്പ്രസീവായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗൗരിയുടെ അച്ഛനായിട്ട് വന്ന പുള്ളിയും കുറച്ച് സിനിമകളിലൊക്കെ പുള്ളിയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരനും പെർഫോം ചെയ്തിട്ടുണ്ട്. ഓവറോൾ വളരെ മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും 6 എപ്പിസോഡ് കണ്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കാതെ ഒറ്റ ഇരിപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്ന ഒരു വെബ് സീരീസായിട്ടാണ് ഈ ഒരു ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുക. ഒറ്റ ഇരിപ്പിൽ തന്നെ കണ്ടോളൂ. എനിക്ക് തോന്നുന്നു 30-35 മിനിറ്റൊക്കെയാണ് തോന്നുന്നു ഓരോ എപ്പിസോഡും. ഒരു സിനിമ അല്ലെങ്കിൽ ഒരു 3-3.5 മണിക്കൂറുള്ള ഒരു സിനിമ കാണുന്നൊരു ഫീലാണ് നിങ്ങൾക്ക് ഈ ഒരു വെബ് സീരീസ് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും. പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ടത് അജു വർഗീസിൻ്റെ പേരായിട്ട് വന്ന ആ ഒരു പെണ്ണും, അതെനിക്ക് പുള്ളിക്കാരി കരിക്കിൻ്റെയൊക്കെ 1-2 സീരീസുകളിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരിയും പെർഫോം ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫെമിനിസവും എല്ലാം ഉള്ള ഒരു ക്യാരക്ടറാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരി പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഒട്ടും ബോറടിക്കാതെ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസാണ്. ഫാമിലിയോടൊത്തിരുന്ന് നിങ്ങൾക്ക് കാണാം. ഒരു ഡബിൾ മീനിങ് കോമഡികളോ അല്ലാതെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഇല്ലാതെ കുറേ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ പെർഫോമൻസ് അവർ ജീവിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ കാണുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.